ഒക്കൽ ഗണേശോത്സവത്തിന് തുടക്കം കുറിച്ചു. 8 ദിവസം നീണ്ടു നിൽക്കുന്ന വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ ഓഗസ്റ്റ് 31 വരെയാണ്. ഓഗസ്റ്റ് 31 വരെ നീണ്ടു നിൽക്കുന്ന വിനായക ചതുർത്ഥി ആഘോഷത്തിൽ 108 ഗണേശ വിഗ്രഹങ്ങൾ വെച്ച് പൂജിച്ച് ആരാധിക്കുന്നു. ഓഗസ്റ്റ് 24 ഞായറാഴ്ച തുടക്കം കുറിച്ച ഗണേശോത്സവത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വൈകിട്ട് 5-ന് ഭക്തസംഗമവും മഹാമണ്ഡലേശ്വർ പരംപൂജ്യനായ സ്വാമി ആനന്ദവനം മഹാരാജ് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. സ്വാമിയെ കുംഭം നൽകി സ്വീകരിച്ചു. ഒരുപാട് ആളുകളെ അത്തരം ആചരണങ്ങളിലൂടെ നമ്മൾ ആർജിക്കുന്ന ദൃഢതയുടെ, ശക്തിയുടെ, കർമ്മോർജത്തിൻ്റെ ഒക്കെ പ്രാധാന്യത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനൊക്കെ ഒരു വലിയ തുടക്കമായത് വിനായക ചതുർത്ഥി അല്ലെങ്കിൽ ഗണേശോത്സവ ആഘോഷങ്ങളാണ്. ഏകദേശം 150ഓളം വർഷങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ ലോകമാന്യ ബാലഗംഗാധര തിലകനാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള വലിയ ഗണേശോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ആ ഗണേശോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ പിന്നിൽ അന്ന് ഈ മണ്ണിൽ നിലനിന്നിരുന്ന വൈദേശികാധിപത്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിലൂടെ നമ്മുടെ സംസ്കൃതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇവിടുത്തെ ദേശീയ ബോധവും സാമൂഹിക ബോധവും എല്ലാം ആർജിക്കാൻ ആ ഒരു വലിയ ബലത്തിലേക്ക് ആളുകളെ എല്ലാം ഉൾച്ചേർക്കാനുള്ള ഒരു പരിശ്രമം കൂടി അതിൻ്റെ പിന്നിലുണ്ടായി. പള്ളിക്കൽ സുനിൽജി മുഖ്യപ്രഭാഷണം നടത്തി. രക്ഷാധികാരി കെ കർണൻ, ചെയർമാൻ TS ബൈജു, ജനറൽ കൺവീനർ NV മജേഷ്, കാര്യദർശി TA അശോകൻ, AK ശിവൻ, പ്രോഗ്രാം കൺവീനർ TP അശോകൻ, രക്ഷാധികാരി VU നാരായണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഒക്കൽ ഗണേശോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് 24-ാം തീയതി മുതൽ ഈ മാസം 31-ാം തീയതി വരെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനാണ് ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ തുടക്കം കുറിക്കുന്നത്. 208 വിഗ്രഹങ്ങളാണ് പൂജയ്ക്ക് വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 208 വിഗ്രഹങ്ങൾ നാളെ മിഴി തുറക്കും. 26-ാം തീയതി ഭാഗവതാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യയുടെ നേതൃത്വത്തിൽ ശ്രീ ഷിബിൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കുന്നത്. 28-ാം തീയതി നൂറുകണക്കിന് അമ്മമാർ പങ്കെടുക്കുന്ന സർവൈശ്വര്യ പൂജയും കാളിമലർക്കാവിലെ ക്ഷേത്രപാലകൻ ശിവദാസി നയിക്കുന്ന ഭജനാമൃതവുമാണ് 28-ാം തീയതി. 29-ാം തീയതി പൂജകളും സത്സംഗങ്ങളും കലാപരിപാടികളും നടക്കുന്നു. 30-ാം തീയതി പുരസ്കാര സമർപ്പണം, ദമ്പതി പൂജ, ലക്ഷ്മി വിനായക പൂജ, സർവൈശ്വര്യ പൂജ, കുടുംബൈശ്വര്യ പൂജ എന്നീ ചടങ്ങുകളും 2025 പേർക്ക് ഓണക്കോടി കൊടുക്കുന്ന ചടങ്ങും 30-ാം തീയതി നടക്കുന്നു. 31-ാം തീയതി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വാഹനപൂജ, ഉച്ചയ്ക്ക് മഹാപ്രസാദോട്ട്, 3 മണിക്ക് നിവഞ്ജന ഘോഷയാത്രയുടെ മഹാസമ്മേളനവും നടക്കുന്നു. മഹാസമ്മേളനത്തിൽ HRDSൻ്റെ പ്രസിഡന്റ് ഗുരു ആത്മനമ്പി സ്വാമികൾ, പൗർണമിക്കാവ് ട്രസ്റ്റി ശ്രീ MS ഭുവനേന്ദ്രൻ, ശ്രീ പള്ളിക്കൽ സുനിൽജി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന 208 ഗണേശ വിഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഗണേശ ഘോഷയാത്ര, നിബഞ്ജന ഘോഷയാത്ര ഒക്കൽ വഴി ചേലാമറ്റത്തപ്പൻ്റെ നിബഞ്ജനക്കടവിൽ നിബഞ്ജനം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്നു. അവർക്ക് പുരസ്കാരം നൽകുന്ന ചടങ്ങുകളും ഈ 8 ദിവസമായിട്ട് നടക്കുന്നു. ഈ 8 ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരിക്കും. 8 ദിവസവും പ്രസാദൂട്ടും നടക്കുന്നതായിരിക്കും എന്ന് അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒക്കൽ.